അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുംതാസിനെ ഉമ്മയും ഉപ്പയും ഫൈസലും. ലഗേജുകൾ തള്ളിക്കൊണ്ട് അതാ അവൾ കടന്നു വരുന്നു. ശരിക്കും മൊത്തത്തിൽ അവളങ്ങ് മാറിയിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച രീതിയിലുള്ള വേഷങ്ങളൊന്നുമല്ല, മൊത്തത്തിൽ ഒരു വെസ്റ്റേൺ ലുക്കിലാണ് അവൾ വരുന്നത്. എങ്കിലും നല്ല രീതിയിൽ ഇതാ ഷാള് കൊണ്ട് മുടിയൊന്നും കാണാത്ത രീതിയിൽ ഹിജാബ് സെറ്റാക്കിയിട്ടുണ്ട്. ഷാളിന് മുകളായിട്ട് ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മോഡേൺ ലുക്ക്. എന്നാലോ അവറത്തൊക്കെ നല്ല രീതിയിൽ മറഞ്ഞിട്ടുമുണ്ട്. ശരിക്കും ഉമ്മയും ഉപ്പയും അവളുടെ ആ വരവ് കണ്ട് സന്തോഷിച്ചു. അല്ലാ, മോളതാ വരുന്നു. ഉമ്മയും ഉപ്പയും അങ്ങോട്ടിറങ്ങി. അവൾ ഉമ്മ ഉപ്പ അസ്സലാമു അലൈക്കും അവർ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവളുടെ നോട്ടം ചുറ്റുഭാഗത്തുമായിട്ട് തിരിഞ്ഞു. എവിടെ ഫൈസി? എവിടെ ഉമ്മ ഉപ്പ? ഫൈസി എവിടെ? അപ്പോഴും അവൾ ഫൈസിയായിരുന്നു ചോദിച്ചിരുന്നത്. മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ ഓൻ? കുറച്ച് ദൂരേക്ക് മാറി ഫൈസൽ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അവിടെ മാകെ ഒന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് ഫൈസലിനെ കണ്ടുപിടിച്ചു. അവൾ നേരെയതാ അവൻ്റെ അടുക്കിലേക്ക് ഓടുന്നു. ഫൈസിക്ക, ഫൈസിക്ക! ഓ, എന്തൊരു ജാടയാ! എത്ര ദൂരെയാണ് പോയി നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്താ ഫൈസിക്ക അങ്ങോട്ടൊന്നും വരാത്തത്? ഇത്രയധികം ദൂരെ എന്തിനു നിൽക്കുന്നത്? ഉമ്മയും ഉപ്പയ്ക്ക് അവിടെ ഉണ്ടല്ലോ, ഞാൻ ഡ്രൈവറായിട്ട് പോകുന്നതല്ലേ, അപ്പം അല്പം അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. എന്നാലും ഫൈസിക്ക് ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല, ഞാൻ ടെൻഷനായി. വന്നിട്ടില്ലേ എന്ന് വിചാരിച്ചു. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ അല്പം അപ്പുറത്തേക്ക് മാറി നിന്നതായിരുന്നു. ഉമ്മയും ഉപ്പയും അങ്ങോട്ടെത്തി. മോൻ എവിടെയായിരുന്നു? ഞാനും വിചാരിച്ചു എവിടെയാണ് ഫൈസൽ എന്ന്. ഞാനിവിടെ ഉണ്ടായിരുന്നു ഉപ്പ. എന്താ മോനെ അങ്ങോട്ട് മാറുന്നത്? ഒന്നുമില്ല, ഞാനൊരു ഡ്രൈവറെ സ്ഥാനത്തല്ലേ. എന്താ മോനെ നീ പറയുന്നത്? ഡ്രൈവറെ സ്ഥാനോ? അതാണോ ഞങ്ങൾ നിനക്ക് വേണ്ടി നൽകുന്നത്? ഒരിക്കലും അല്ല. ഞങ്ങളുടെ പൊന്നു മോനെ പോലെയാണ് നിന്നെ നോക്കുന്നത്. മോൻക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഫൈസൽ തനുകുലിച്ചു. അത് ഒന്നുമില്ല. എന്നാലും ഫൈസിക്ക, ഞാൻ വരുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കാത്തത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫൈസൽ പതുക്കെ അവിടെ നിന്ന് മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവളുടെ സംസാരം പഴയ പോലെയല്ല, മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട്. പോകുമ്പോൾ അല്പം നാണത്തോടെയായിരുന്നു അവൾ സംസാരിച്ചത്, ഭയത്തോടെയും. പക്ഷെ ഈ പ്രാവശ്യം അവൾ കൂടുതൽ സ്മാർട്ടായിട്ടുണ്ട്, മിടുമിടുക്കിയായിട്ടുണ്ട്. പക്ഷെ അന്നത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മോഡേൺ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലോ നല്ല ഭംഗിയുണ്ട്. ഡ്രസ്സൊക്കെ ഔറത്തൊക്കെ മറച്ച് നല്ല സ്മാർട്ടായ നല്ലൊരു പെൺകുട്ടി. ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, നീ അങ്ങ് മൊത്തത്തിൽ മാറിയല്ലോ. പോകുമ്പോൾ ഒരു പാവം പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു, ഇപ്പോഴ് നല്ല സംസാരവും ഒക്കെ ഉണ്ടല്ലോ. എന്തു പറ്റി? അവിടെ കോളേജിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഉമ്മ, അവിടെ ആകുമ്പോഴേ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് ആദ്യ സമയമൊക്കെ എനിക്ക് ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫ്രണ്ട്സ്, അവിടുത്തെ ടീച്ചേഴ്സ്, അതൊക്കെ വളരെയധികം നല്ല കെയറിങ്ങും കാര്യങ്ങളും നമ്മോട് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ തന്നെ നല്ല രസമായിരിക്കും. അല്ലാതെ മോളെ 4 വർഷത്തെ കോഴ്സില്ലേ? ആ ഉമ്മ, പിന്നെ എനിക്ക് ഒരു കാര്യം നോക്കണമെന്നുണ്ട്. എൻ്റെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഒരു ജോബ്. പൊന്നു മോളെ, നിനക്കതിൻ്റെ ആവശ്യമുണ്ടോ? പാർട്ട്ണറുമായിട്ട് നിനക്ക് അതിൻ്റെ ഒരു ജോലിയുടെ ആവശ്യമില്ലല്ലോ. എന്തിന്? കാരണം നിനക്ക് വേണ്ടതും എത്രയോ തലമുറക്കുള്ളതൊക്കെ എൻ്റെ ബാപ്പ സമ്പാദിച്ച് വെച്ചിക്കണ്. പിന്നെയെന്ന് വെച്ചാൽ അതിൽ നിന്ന് എത്ര വേണമെങ്കിലും നിനക്ക് എടുക്കാവുന്നതാണ്. നിനക്ക് എന്തിനാ ഒരു ജോലിയുടെയൊക്കെ ഒരു ആവശ്യം? ഉമ്മ, അങ്ങനെയല്ല. അവനവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് അതിന് വേറൊരു രസം തന്നെയാണ് കേട്ടോ. ഉപ്പയുടെ സ്വത്തിൽ നിന്ന് അതിങ്ങനെ ഞാൻ എടുക്കും, എനിക്ക് കിട്ടായിട്ടോ ഒന്നുമല്ല, എല്ലാം എനിക്ക് ഫ്രീ ആണ്. പക്ഷേ എന്തൊക്കെ തന്നെയാലും എൻ്റെ അധ്വാനത്തിലുണ്ടാകുന്ന ആ ഒരു ക്യാഷ് അത് ചെലവഴിച്ച് എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു മധുരമുണ്ടമ്മ. ഓ, കണ്ടില്ലേ, പെണ്ണാളും അങ്ങ് മാറിപ്പോയി മൊത്തത്തിൽ. ലഗേജുകൾ തള്ളിക്കൊണ്ട് അതാ ഫൈസൽ വണ്ടിയുടെ ഡിക്കിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഹേയ് ഫൈസിക്ക, ഫൈസിക്ക! അവൾ പിന്നാലെ. വേണ്ട, അതൊക്കെ ഞാനെടുത്ത് വെച്ചോളാം. ഒരിക്കലും ഒരു ഡ്രൈവറായിട്ടല്ലല്ലോ ഫൈസിക്ക് അങ്ങോട്ട് വന്നത്, എൻ്റെ ബ്രദർ പോലെയല്ലേ. അത് കേട്ടപ്പോൾ ശരിക്കും ഫൈസൽ അങ്ങ് ഞെട്ടി. അല്ലാ, ബ്രദർ? അതെ, അവൾ എന്നെ ബ്രദറാക്കി കളഞ്ഞു. ഫൈസിക്ക, എന്താ ഇങ്ങനെയൊക്കെ? എൻ്റെ ബ്രദർ പോലെയല്ലേ? അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഇവിടെ ഒരേ സ്ഥാനമാണ് അല്ലേ ഉപ്പ? അതെ,
നീ പോയാൽ പിന്നെ അവനല്ലേ ഞങ്ങൾക്കുള്ളൂ മോളെ. അതുകൊണ്ട് തന്നെ അവനെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനം. അല്ലാതെ പിന്നെ മക്കളൊക്കെ വിദേശത്ത്, ഒരാൾ കുവൈത്തിലെ, ഒരാൾ ജോർജിയ. ആകെ 2 മക്കളേ ഉള്ളൂ. 2 പേരും ജോലിയുടെയും പഠനത്തിൻ്റെയും കാര്യത്തിനു വേണ്ടി വിദേശത്താണ്. പിന്നെ ഫൈസല്, അവന് നമ്മളുടെ കൂടെ ബിസിനസ്സിലും പാർട്ട്ണറൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കഴിയുന്നത്. ആ ഉമ്മ, എന്തൊക്കെ തന്നെയായാലും ഫൈസിക്ക് കിട്ടിയത് നന്നായി. ഫൈസിക്ക, ഞങ്ങളെ വിട്ടു പോവരുത് കേട്ടോ. എനിക്കും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഫൈസിക്കയല്ലേ ഉള്ളത്. പിന്നെ ഞങ്ങൾ ബ്രദർ, അത് എപ്പോഴെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. മോളെ അങ്ങനെ പറയല്ലേ, ഇതും നിൻ്റെ ബ്രദർ തന്നെയാണ്. ആ അത് തന്നെയാണ് പറഞ്ഞത്. അവർ വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. ആ മോനെ, ഒരു നല്ല ഹോട്ടൽ കാണുമ്പോൾ അവിടെ നിർത്തിക്കോട്ടോ, ഉപ്പയുടെ നിർദ്ദേശം. ഫൈസൽ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ മനസ്സിൻ്റെ ആഴത്തിലേക്ക് വല്ലാതെ അങ്ങ് പറ്റിയിട്ടുണ്ട്. ഫൈസിക്ക എൻ്റെ ബ്രദറല്ലേ എന്നുള്ള ആ ഒരു വാക്ക്, അതെ, അവൾ എന്നെ ഇനി ബ്രദറായിട്ടേ കാണുകയുള്ളൂ. ഒരിക്കലും അവളെ എനിക്ക് ബ്രദർ സിസ്റ്ററായിട്ട് കാണാൻ കഴിയില്ല. എനിക്കൊരിക്കലും അങ്ങനെയില്ല. എനിക്കൊരു സിസ്റ്റർ ഉണ്ടല്ലോ, അത് മതി, സാജി. അല്ലാതെ ഇവളെ എനിക്ക്, മുംതാസിനെ എനിക്ക് സിസ്റ്ററായിട്ട് കാണുവാൻ ഒരിക്കലും കഴിയില്ല. എനിക്കതിന് ഇഷ്ടമില്ല. പോകുന്ന സമയത്തെല്ലാം മുംതാസ് വളരെ മൂകമായിരുന്നു. പക്ഷേ ഈ ഒരു വരവ് അവൾ വളരെയധികം സംസാരിക്കുന്നുണ്ടായിരുന്നു. ചുടുചുടുന്നനെയുള്ള സംസാരം. ശരിക്കും ഫൈസൽ അത്ഭുതപ്പെടുകയാണ്. അവളുടെ സംസാരത്തിന് പലതിനും അവന് മറുപടി പറയാൻ തന്നെ കഴിയുന്നില്ല. എന്ത് പറ്റി? എന്താ ഫൈസിക്കാക്ക് എന്തൊരു മൂഡ് ഓഫ് ഉണ്ടല്ലോ, എന്ത് പറ്റി? എനിക്ക് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ഹോട്ടലതാ, അവിടെ നിർത്താമല്ലേ? ആ മോനെ, അങ്ങോട്ട് നിർത്തിക്കോളും. ഉമ്മയും അത് പറഞ്ഞു. അങ്ങനെ അതാ ആ ഒരു ഹോട്ടലിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവരുടെ കാറ് പാർക്ക് ചെയ്യുന്നു. നല്ലൊരു ഹൈ ലെവൽ ഹോട്ടലായിരുന്നു അത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കിട്ടുമ്പോഴേക്കും അല്പം ടൈം പിടിക്കും. അങ്ങനെ അവർ മെനു ഒക്കെ നോക്കിയിട്ട് അതാ അവിടെ ഇരിക്കുന്നു. ഫൈസൽ അല്പം മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉപ്പ അവൻ്റെ കൈ പിടിച്ചു. മോൻ എങ്ങോട്ടാ? ഞാൻ അപ്പുറത്തിരുന്നോളാം. എന്താ മോനെ നീ ഇങ്ങനെ? നിനക്ക് എന്ത് പറ്റി? മോന് വാ, ഞങ്ങളുടെ കൂടെ ഇരിക്കുക. അങ്ങനെ അതാ ഒരു പിതാവ് പറയുന്നത് പോലെ അനുസരിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ ആ ടേബിളിൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു. തൊട്ടപ്പുറത്തെ സൈഡിലാണ് മുംതാസ് ഇരിക്കുന്നത്. അവളുടെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ അവന് കഴിയുന്നില്ല. എന്തെന്നറിയില്ല, വല്ലാത്തൊരു വിഷമമോ വല്ലാത്തൊരു ചമ്മലോ, എന്താണ് അവസ്ഥ എന്ന് അറിയുവാനേ കഴിയുന്നില്ല. ശരിക്കും മുംതാസ് അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഫൈസിക്ക, പഴയതിനേക്കാളും ഒന്നും കൂടി ഗ്ലാമറായിട്ടുണ്ട് കേട്ടോ. അവളുടെ ആ ഒരു വാക്ക്, അവൾ തല താഴ്ത്തിക്കൊണ്ട്, നീ ഒന്ന് പോടി പെണ്ണേ. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ശരിക്കും നല്ല രീതിയിൽ ഗ്ലാമർ കൂടിയിട്ടുണ്ട്. എന്ത് പറ്റിയത്? ലുമ്മ, ഉപ്പ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതിനേക്കാളും ഒന്നും കൂടി ഗ്ലാമറായിട്ടുണ്ട്. അത് തടി അല്പം കൂടിയോ? മുഖമൊക്കെ നന്നായിട്ട് ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അങ്ങനെ പറയാനടാ, നീ ഒന്നും കാര്യമാക്കണ്ട. അവളിപ്പോൾ പഴയ പോലെയൊന്നല്ല. ജോർജിയയിലൊക്കെ പഠിക്കുമ്പോഴേ മൊത്തത്തിൽ ആളങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. ഓള് എല്ലാവരെയും എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കണം, അതാണ് ആഗ്രഹം. ആ ഉമ്മയും അങ്ങനെ തന്നെ, ഗ്ലാമറിനൊട്ടും കുറവ് വന്നിട്ടില്ല കേട്ടോ. ഒക്കെ കൂടിയിക്കണല്ലോ. എന്തെല്ലാവരുടെയും വയസ്സ് കുറഞ്ഞോ? അതോ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ? എനിക്കറിയില്ല. ഓ, അപ്പോഴേക്കും ഫുഡ് അതാ വരുന്നു. ഫൈസിക്കാക്കും എനിക്കും ഒരേ ഫുഡ് മതി കേട്ടോ. എനിക്കതാണ് ഇഷ്ടം അല്ലേ ഫൈസിക്ക? അവളുടെ ആ ഒരു കൂടുതൽ സ്വാതന്ത്ര്യം ഒരു നിമിഷം ഫൈസൽ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, എന്താ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവള്. അവനാണെങ്കിൽ അത് ഓപ്പണായിട്ട് ഒന്നും പറയുവാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഉപ്പ പറഞ്ഞു, പൊന്നു മോളെ, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യേ. ഫൈസിക്കോ എനിക്കോ ഉമ്മാക്കോ എങ്ങനെ വെച്ചാൽ നീ ഷെയർ ചെയ്യേ. അതൊക്കെ അവരെല്ലാവരും കൂടി അതാ ഫുഡ് കഴിക്കുന്നു. ഫൈസിക്ക എങ്ങനെയുണ്ട്? അവൻ കുടിച്ച ആ ഒരു ജ്യൂസ് എടുത്ത് അവൾ കുടിക്കുന്നു, ആ സ്ട്രോയിലൂടെ തന്നെ. ശരിക്കും ഫൈസൽ അത്ഭുതപ്പെടുകയാണ്. ഇവൾക്ക് എന്ത് പറ്റി? ഞാൻ കഴിച്ചതൊക്കെ എടുത്ത് കഴിക്കുന്നല്ലോ, ഇതെന്താ ഇങ്ങനെ? ഫൈസിക്ക, ബ്രദർ സിസ്റ്റർ ആകുമ്പോഴേ ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ? നമുക്ക് എന്താ അറപ്പാളുള്ളത്? അവൻ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. റബ്ബേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കറിയുന്നില്ല. അവൾ അഭിനയിക്കുകയാണോ അതോ? അവനക്കൊന്നും മനസ്സിലാകുന്നേയില്ല. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ്
ഫൈസിക്ക ഇവിടെ വന്നേ. അവൻ്റെ കൂടെ നടന്നുകൊണ്ട് അതാ ചോക്ലേറ്റ്സിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. ഏതാണ് ഫൈസിക്കക്ക് ഇഷ്ടം? എന്തിനാ എൻ്റെ ഇഷ്ടം നോക്കുന്നത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇഷ്ടം എന്താ വെച്ചാൽ പറയൂ, എനിക്കത് ഇഷ്ടപ്പെടാനാണ്. അവളുടെ ആ സംസാരം എന്തൊക്കെയോ എവിടേക്കോ ഒരു പ്രശ്നം പോലെയാണ് അവന് തോന്നിയത്. അത് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടം അത് ഫൈസിക്ക് സ്വീകരിക്കോ? എനിക്കതൊന്നും വേണ്ട. അല്ല, ഞാൻ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതല്ലല്ലോ. എങ്കിലും ഇവിടെ നിന്നൊരു ഓർമ്മക്കായിട്ട്. എന്താണ് ഇവൾക്ക് പറ്റിയത് അറിയുന്നില്ല. അവൾ എന്നെ കൂടുതലായിട്ട് എൻ്റെ അടുക്കിലേക്ക് ചാരി നിൽക്കുന്നുണ്ട്. ടച്ച് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ തൊട്ടൊപ്പം അടുത്തടുത്തായിട്ട് നിൽക്കുന്നത്. എന്നാൽ ആ ഹോട്ടലിലെ ആ മാനേജറോടും അവൾ പറയുന്നു, ഇതെൻ്റെ ബ്രദറാണ്. ഓ അങ്ങനെ. അവന് ഒരു നിമിഷം മിണ്ടാതെ നിന്ന് പോയി. ഇവൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരിക്കലും പെങ്ങളെന്ന രീതിയിൽ അവളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവളെന്നെ ബ്രദറാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി അറിയുന്നില്ല. അവർ ചോക്ലേറ്റ്സ് എല്ലാം എടുത്ത് അതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഉമ്മയും ഉപ്പയും അത് നോക്കി നിൽക്കുന്നു. കാരണം മുംതാസ് പഴയ പോലെയല്ല. അവൾ കൂടുതലായിട്ട് ഫൈസലിനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ഓപ്പണായി പറയുന്നു. വീട്ടിലേക്കെത്തി. എന്തൊക്കെയും ഒരുപാട് മാറ്റങ്ങൾ വന്നോ? അവൾ പറയുന്നു. ഒന്നുമില്ലല്ലോ മോളെ, ചെറുതായിട്ട് ഇവിടെ ഫ്രണ്ട് ഏരിയയൊക്കെ എന്തൊക്കെയോ ഒരു ചേഞ്ചിങ്. വീട്ടിലെത്തി ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് അവൾ അതാ നേരെ ഫൈസലിൻ്റെ റൂമിലേക്ക്. മോളെ എങ്ങോട്ടാ? അതെ, ഫൈസിനോട് 2 കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നോ? മോളെ ഈ സമയത്തോ? ഉപ്പയുടെ ആ ഒരു ചോദ്യം. എന്താ ഉപ്പ? ഉപ്പയും കൂടെ പോരുന്നോ? നമുക്കവിടെ ആ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് നമ്മളുടെ ഗ്ലാസ് ഹൗസിൽ ഇരിക്കാം, അതായിരിക്കും നല്ലത് ഉപ്പ. മോൾ അമേരിക്കയിലേക്കൊക്കെ പോയതിനു ശേഷം മൊത്തത്തിൽ ആളങ്ങ് മാറിയിട്ടുണ്ട്. നേരെ അതാ ഫൈസൽ കിടക്കുന്ന ആ റൂമിലേക്കാണ് അവൾ പോയത്. ഫൈസിക്ക, ഓ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? വാതിലിന് മുട്ട് കേട്ട് ഫൈസൽ അതാ വാതിൽ തുറക്കുന്നു. മുംതാസോ, എന്താ? ഫൈസിക്ക, എന്താ ഇവിടെ ഇപ്പോൾ തന്നെ ഉറങ്ങാനുള്ള പരിപാടിയാണോ? അവൾ നേരെ വന്ന് ഫൈസലിൻ്റെ ആ ബെഡിനടുത്തേക്ക് വരുന്നു. അവിടെ അവൾ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എന്താ ഫൈസിക്ക ഇത്? ഇപ്പം തന്നെ ഉറങ്ങുകയാണോ? നമുക്ക് കുറച്ച് സമയം ഗ്ലാസ് ഹൗസിലേക്ക് അവിടെ നിന്ന് സംസാരിച്ചൂടെ? എന്താ ഇപ്പോൾ തന്നെ ഉറങ്ങുന്നത്? അവൾ അമിതമായി തന്നിൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ചിന്താഗതി വേറെയാണ്. അവൾ എന്നെ ബ്രദർ എന്ന രീതിയിലാണ് കാണുന്നത്. അതവൾക്ക് മനസ്സിലായിരുന്നു. എന്താ ഫൈസിക്കൊരു മൂഡ് ഓഫ്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അല്ല, എന്തൊക്കെയോ ഉണ്ട് മനസ്സിൽ. എന്ന് എണീറ്റേ. ദാ ഇപ്പോഴെന്നെ കിടക്കാൻ നിൽക്കുകയാണ്. എണീറ്റേ. സമയം 11 മണിയായി. ഇനി എങ്ങോട്ടാ? അല്ല, കുറച്ച് സമയം നമുക്ക് അവിടെ സംസാരിച്ചിരിക്കാം. ഉപ്പയും ഉമ്മയും വിളിക്കാം, വരൂ. വളരെ അധികം സ്നേഹത്തോടെയാണ് അവൾ അവനെ വിളിക്കുന്നത്. ഫൈസലിന് എന്ത് പറയണം എന്ന് അറിയുന്നില്ല. അവൾ പറഞ്ഞത് കേട്ട്, അത് നാളെ സംസാരിക്കാം. എനിക്ക് നോ, അങ്ങനെയാണ് ഞാൻ പിണങ്ങോട്ടോ. ഓക്കെ, ഞാൻ പോയിക്കോളാം. എന്തെങ്ങനെയൊക്കെ? എൻ്റെ സ്വന്തം ബ്രദർ ഇവിടെ ഇല്ലാതെ പോയി, അതുകൊണ്ടല്ലേ എനിക്ക് കിട്ടാത്തത്. ആയിക്കോട്ടെ, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുവാൻ ശ്രമിക്കുമ്പോഴേക്കും മുംതാസ്. എന്താ? മുംതാസ് പിണങ്ങണ്ട, ഞാൻ വരാം. അല്ലെങ്കിൽ എനിക്കറിയാം മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ട് അല്ലേ? എന്നോട് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കല്ലേ? എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഒന്നും വ്യക്തമായി പറയുന്നില്ല. ഫൈസി അങ്ങനെയാണ്. ഇതിനു മുമ്പേ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ കാര്യം. ഫൈസിക്ക് എന്നോട് സ്നേഹമുണ്ടോ കാര്യത്തിൽ? എനിക്ക് ഉണ്ട്, എനിക്ക് നന്നായിട്ടറിയാം അല്ലേ? ഞാൻ പോകുമ്പോൾ ഫൈസിക്ക് ഇഷ്ടമായിരുന്നോ? അത് എനിക്കറിയാം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം അല്ലേ? ഞാൻ പോകുന്നത് ഇഷ്ടമല്ലേ? ഇനി അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫൈസലിന് ഉത്തരമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് എനിക്ക് വേണ്ടിയിട്ടില്ലല്ലോ.
അവൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾ പറഞ്ഞു, അതെ ശരിയാണ്, ഫൈസലിനെ ഞാൻ ഒരുപാട് ഒത്തിരി സ്നേഹിച്ചിരുന്നു. പക്ഷേ എനിക്കൊരിറ്റ് സ്നേഹം പോലും തിരിച്ചു തരാൻ ഫൈസലിനായില്ല. ഇനിയും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് കിടന്നാൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എനിക്ക് സന്തോഷം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. മുംതാസ്, എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഈ ഒരു കാര്യം. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം വിഷമമുണ്ടാവും. പക്ഷേ സ്നേഹം, ഇഷ്ടം അത് മനസ്സിൽ മാത്രം കൊണ്ടു നടക്കേണ്ട ഒന്നല്ല, അത് പ്രകടിപ്പിക്കണം. അതൊരു പക്ഷേ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഹാപ്പിയായിരുന്നു, അതുപോലെ ഫൈസിക്കും ഹാപ്പിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആളാകെ മാറി. ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ ഫൈസിക്കയെ കണ്ടു. ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്തു, പഠിച്ചവനെ ഫൈസിക്ക് ഇനി കാണുമ്പോൾ എൻ്റെ ആങ്ങളെപ്പോലെ എനിക്ക് തോന്നണം, അല്ലാതെ തെറ്റായ രീതിയിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വരെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നോ ഇങ്ങനെ ഇങ്ങോട്ട്? ഇല്ലല്ലോ, എനിക്ക് പേടിയായിരുന്നു. കാരണം അന്ന് എൻ്റെ ചിന്ത വേറെയായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് എൻ്റെ ബ്രദറാണ് അങ്ങ്. അതുകൊണ്ട് ഫൈസി വാ. ശരിക്കും മുംതാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഫൈസലിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയി. ഇല്ല, അവൾ എന്നിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അവളുടെ ആ സ്നേഹം ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല. അവൾ എന്നെ മറ്റെന്തൊക്കെയോ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഫൈസി, എന്താ ആലോചിക്കുന്നത്? വരൂ, ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് പോയിട്ടിരിക്കാലോ നമുക്കൊരുമിച്ച്. വരെ. ഒരു പ്രതിമയെപ്പോലെ അവൾ പറയുന്നത് അവൻ അനുസരിക്കുന്നു. അവളുടെ പിന്നാലെ അവൻ പോകുന്നു ഗ്ലാസ് ഹൗസിലേക്ക്. അവർ രണ്ടുപേരും ആ ഒരു തണുത്ത പ്രതലത്തിൽ അവിടെ ആ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതാ ഉമ്മ അവിടേക്ക് കോഫിയുമായി വരുന്നു. മക്കളെ, ഇതാ കോഫി കഴിച്ചോളൂ. അവൾ പറഞ്ഞിരുന്നു ഫൈസിയെ കൂട്ടിക്കൊണ്ട് പോകട്ടെ ഗ്ലാസ് ഹൗസിലേക്ക് എന്നൊക്കെ. ഞാൻ പറഞ്ഞു അവൻ ഉറങ്ങുന്ന സമയമാണ്, എന്തിനാ ഇപ്പോൾ അതിന് പോകുന്നത്? ഉപ്പയും പറഞ്ഞു. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ മോനെ, നിങ്ങൾ തമ്മിൽ രണ്ടാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറഞ്ഞ് പൊരുത്തപ്പെട്ടേക്കൂട്ടോ. കാരണം എന്തൊക്കെ തന്നെയായാലും അവളുടെ നിക്കാഹല്ലേ. ഇനിയിപ്പോൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തെറ്റായിട്ടൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് പരസ്പരം പറഞ്ഞ് മാപ്പ് പറയാം. ഉമ്മ, അങ്ങനെയൊന്നുമില്ലല്ലോ, എൻ്റെ ബ്രദറല്ലേ ഫൈസി, പിന്നെ എന്താ, എനിക്ക് അവനെക്കുറിച്ചൊന്നും അങ്ങനത്തെ ചിന്ത പോലുമില്ല. അവൾ അതങ്ങനെ അങ്ങ് മാറ്റിയെടുത്തു. മുംതാസ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഫൈസലിനെ തന്നെയായിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ ഫൈസൽ വിവാഹം കഴിക്കില്ല എന്നുറപ്പായപ്പോൾ അവൾ തന്നെ അതങ്ങ് മാറ്റിപ്പിടിച്ചു. ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത്, ബ്രദറിൻ്റെ സ്നേഹത്തിൽ ഫൈസി അവിടെ നിൽക്കട്ടെ, അല്ലാതെ ഒരിക്കലും ഭർത്താവായിട്ട് എനിക്ക് ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലായി തുടങ്ങി. രാത്രി ഏകദേശം 12:30 മണിയോളം അവർ എല്ലാവരും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഫൈസിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടതുകൊണ്ട് ഫൈസി ഉറങ്ങാൻ പോയിക്കോളൂ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. മുംതാസിൻ്റെ ആ ഒരു ശബ്ദം അതാ അവൻ്റെ ചെവിയിൽ വല്ലാതെ പതിഞ്ഞു. അതവനക്ക് വല്ലാത്ത അവളോടൊരു കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി. മുംതാസ്, ഈ പാതിരാത്രിയിൽ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യമാണ് ചോദിക്കാനുള്ളത്? പറഞ്ഞോളൂ, ഞാൻ എന്ത് കേൾക്കാനും തയ്യാറാണ്. എൻ്റെ മനസ്സിനെ ഞാനിപ്പോൾ അതങ്ങോട്ട് പാകപ്പെടുത്തിയെടുത്തു. ഫൈസി ഇനി എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ബ്രദറല്ലേ. ആങ്ങളെയും പങ്ങളും തമ്മിലുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണത് ആസ്വദിക്കുന്നത്. എൻ്റെ ഫൈസി പോയി കിടന്നോ, പറയാനുള്ളത് പറഞ്ഞോളൂ. ഫൈസലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ അവളുടെ ആ ഒരു വാക്ക്, ആങ്ങള എന്നുള്ളൊരു വാക്ക്, അതവൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി. ആങ്ങള, ഒരിക്കലും അതാവാൻ എനിക്ക് ആഗ്രഹമില്ല എന്നും അവളുടെ വേണ്ട. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഫൈസി പോവാണോ? പോവാണ്. ഫൈസിക്ക, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? എന്ത്?
അതെ, ഒറ്റയ്ക്ക് തനിച്ച് കിടക്കാൻ ടെൻഷനുണ്ടോന്ന്. അവളുടെ ആ ഒരു ചോദ്യം ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്താണ് അവൾ ഉദ്ദേശിച്ചത്? അവൾ ഉദ്ദേശിച്ചതിൻ്റെ പൊരുൾ എന്താണ്? എന്താണ്? അതായത് പെങ്ങള് കൂട്ടുവരണോന്ന്, മനസ്സിലായോ? ഏയ്, അത് പെങ്ങളായിട്ട് അത് വേണ്ട. പിന്നെ എങ്ങനെയാണ്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പെങ്ങളായിട്ട് കൂട്ടുകിടക്കാൻ വരുന്നുണ്ടെങ്കിൽ വരാം. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. എന്നാൽ ശരി. ഫൈസൽ അതാ റൂമിലേക്ക് പോകുന്നു. ശരിക്കും മുംതാസ് അവനെ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു. കാരണം അത്രക്കും ഇഷ്ടപ്പെട്ട അവൻ തന്നെ നൈസായിട്ട് അന്നങ്ങ് ഒഴിവാക്കി. ഇനി ഒരിക്കലും ആ ഒരു ചിന്തയിലേക്ക് അവനെ കൊണ്ടുപോകാനാവില്ല എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മുഖമുണ്ട്. ആ ഒരു ഇഷ്ടം മാഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കലും ഉമ്മയെയും ഉപ്പയെയും ഇനി വേദനിപ്പിക്കാൻ പാടില്ല. അവരെ സന്തോഷിപ്പിക്കണം. അതുമാത്രമാണ് മുംതാസിൻ്റെ ചിന്തകളിൽ. അതുകൊണ്ട് തന്നെ പെങ്ങളായിട്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നുമുണ്ട്. കാരണം അവൾക്ക് യാതൊരു ടെൻഷനും ഇതിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രം. അന്ന് രാത്രിയിൽ അവൾക്കും ഉറക്കം വരുന്നില്ല. കേരളത്തിലെത്തിയ ആദ്യത്തെ ദിവസം അവൾ ഓരോന്ന് ആലോചിച്ചു. റബ്ബേ, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ആർക്കൊക്കെ വേണ്ടി വിട്ടുകൊടുത്തു. ഇനി എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളില്ല. ഇനി മറ്റവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ കുഴിച്ചു മൂടപ്പെട്ടു. ഒരിക്കലും ഇനി അത് പുറത്തെടുക്കില്ല. അത് ഫൈസൽ ആണെങ്കിലും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഇനി അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അവൾ ഓരോന്ന് ആലോചിച്ചു. നാളെയാണ് ആ ദിവസം. എൻ്റെ പെണ്ണ് കാണാൻ വരും. പിന്നെ വൈകാതെ നിക്കാഹ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി സെറ്റിൽഡായി ജീവിക്കും. ഞാൻ പഠിക്കാൻ വേണ്ടി പോകും. അദ്ദേഹം ജോലിയും കാര്യങ്ങളും. അതങ്ങനെ മനസ്സിനിണങ്ങിയ ആളെ കിട്ടിയിട്ടില്ല. മനസ്സിനുള്ളിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. എല്ലാം കടിച്ചമൽ തന്നെ. ആർക്കു വേണ്ടി എനിക്കെൻ്റെ ജീവിതം ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ ഞാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കാനും പാടില്ല. അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അന്ന് വൈകുന്നേരം ആ ഉപ്പ പറഞ്ഞ ആ വാക്കുകൾ, മോനെ ഫൈസൽ. ആ, എന്തോ ഉപ്പ? നാളെ ഇന്നിപ്പോൾ മുംതാസ് വന്നു കഴിഞ്ഞാൽ നാളെ 10 മണിയാകുമ്പോഴേക്കും അവർ പെണ്ണ് കാണാൻ വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ആ രാത്രിയിലും അവനക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ വരും. അതെ, മുംതാസിൻ്റെ പെണ്ണ് കാണാൻ നാളെ വരും. അത് എൻ്റെ എല്ലാ അവസരങ്ങളും ഞാനായിട്ട് നഷ്ടപ്പെടുത്തി. എന്തു ചെയ്യാൻ, വിധിയില്ല, അത് പറഞ്ഞാൽ മതി. ആ രാത്രി അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാളെയാണ് മുംതാസിൻ്റെ പെണ്ണ് കാണാൻ വരൽ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഷാമോൻ്റെ കാര്യം ശരിയായി, നവാസ്കയുടെ കാര്യം ശരിയായി. എൻ്റെ കാര്യം മാത്രം ഇപ്പോഴും പാതി വഴിയിലാണ്. എന്താ ഞാൻ ചെയ്യുക അറിയുന്നില്ല. മുംതാസ്, നാളെ നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ പഴയ പോലെ നീ ഒന്ന് പറയുമോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്? പറയടി മോളെ, നല്ല മോളല്ലേ, നീ പറയോ? അവൻ മനസ്സിൽ വിചാരിച്ചു. നാളെ മുംതാസിനെ പെണ്ണ് കാണാൻ വരുന്നു. സാധാരണ രീതിയിൽ അവളെ കണ്ട് തിരിച്ചു പോകുമ്പോൾ അവൾ അവരോടായി പറയുന്നു, അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, എനിക്ക് മറ്റൊരാളുടെ ഇഷ്ടമുണ്ട്. അങ്ങനെയാണ് അവൾ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാറുള്ളത്. ഇതും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫൈസൽ അത് ഒരുപാട് കൊതിച്ചു. ആ രാത്രി എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. പുലർച്ചെ ആ വാതിലിൽ മുട്ടുകേട്ടപ്പോഴാണ് അവൻ ഉണർന്നത്. ഫൈസിക്ക, എന്തൊരു ഉറക്ക ഇത്? സുബഹക്ക് നിസ്കരിച്ചിട്ടുണ്ടോ? അറിയില്ല. ഫൈസിക്ക, എന്താ ഇത്? ഹോ, വല്ലാത്തൊരു ഉറക്കോ. ഞാൻ തിരിച്ചു പോകുന്നു. പെട്ടെന്നവൻ ഉണർന്നു. അല്ലാ, ആരെ വിളിച്ചത്? അവൻ പെട്ടെന്ന് വാതിൽ തുറക്കുവാൻ വേണ്ടി ശ്രമിച്ചു. വേണ്ട, അതൊരു പക്ഷേ. വീണ്ടും അതാ വാതിൽ മുട്ട്. ഫൈസി, നിസ്കാരത കലാ തുടങ്ങാനായിട്ടോ? എന്താ സുബിഹൊന്നുമില്ലേ? വീണ്ടും അവളുടെ ആ ഒരു ശബ്ദം പുറത്തു നിന്ന് കേട്ടപ്പോൾ അവൻ പതുക്കെ വാതിൽ തുറന്നു. മുംതാസ്. ഫൈസി, എന്തിനോർക്കാതെ? കണ്ടില്ലേ, സമയം 5:45 കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഒന്നും. ഓ, അപ്പോൾ എന്നാൽ വേഗം നിസ്കരിച്ചോളൂ.
എന്നിട്ട് വരൂ, നമുക്ക് നടക്കാനിറങ്ങാം. അവൻ പെട്ടെന്ന് ഫ്രഷായി നിസ്കരിച്ച് അതാ പുറത്തിറങ്ങി. ഉമ്മ അതാ പതിവ് പോലെ കോഫിയുമായി വരുന്നു. മക്കളെ, ഇത് കുടിച്ചോളൂ. അവൻ ആ കോഫി കഴിച്ചുകൊണ്ട് അതാ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? അവരുടെ ആ ഫ്ലാറ്റിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നടക്കുവാനുള്ള ഫുട്പാത്തിലേക്ക് അവർ രണ്ടുപേരും ഇറങ്ങുന്നു. ഉമ്മയും ഉപ്പയും അത് നോക്കി നിന്നു. എത്ര ചേർച്ചയുണ്ടായിരുന്നുല്ലേ, എന്താ ചെയ്യുക, സാരല്ലടി, ഇനിയിപ്പോൾ അവളുടെ ജീവിതം അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ, നമ്മളായിട്ട് അത് എന്തപ്പോൾ ചെയ്യുക. അവന് കാര്യമായിട്ടൊന്നും പറഞ്ഞതുമില്ല, അവൾ എന്ത് ചെയ്യാൻ, പാവാണ് നമ്മളെ മോള്. കുറച്ച് കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫൈസിക്ക, പിന്നെ അവർ 10 മണിയാകുമ്പോഴത്തേന് വരും കേട്ടോ. ഒരു ആങ്ങളുടെ റോളിൽ നല്ല രീതിയിൽ അഭിനയിക്കണേ. പിന്നെ ബ്രദറാണെന്നാണ് ഞാൻ എല്ലാവരോടും പറയുള്ളൂ. അതിൻ്റേതൊരു കെയറിങ് എനിക്ക് ഉണ്ടാവില്ലല്ലേ? തീർച്ചയായും. അവൻ്റെ മനസ്സ് ക്ലിയർ ആയിരുന്നില്ല. ബ്രദർ എന്ന വാക്ക് അവന് കേൾക്കുന്നത് ദേഷ്യമായിരുന്നു. മുംതാസ്, എന്ത് ഫൈസിക്ക? ആ മരത്തിൻ്റെ ചുവട്ടിൽ അവൾ ഇരുന്നു. എന്താ കാര്യം പറയൂ. അതെ, എനിക്ക് ഈ ഒരു വിളി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഏത് വിളി? ബ്രദർ എന്നുള്ള. ആഹാ, പിന്നെ എന്ത് വിളിക്കും? ഇക്കാക്കയെന്നോ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബ്രദറാവുമ്പോൾ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ്, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. മുംതാസ്, നീ എന്നെ അത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാനെന്ത് വിളിക്കും? ഇക്കയെന്നോ? അയ്യേ, അതൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകൾ വിളിക്കുന്നതല്ലേ. ആ ഒരു വാക്കിന് അവനൊന്നും മിണ്ടിയില്ല. അതെ, എന്നെ ഫൈസിക്ക എന്ന് വിളിക്കണം, അതാണ് അവൻ്റെ ആഗ്രഹം. മുംതാസ്, എന്നെ വിളിച്ചോ? ഫൈസിക്ക എന്ന് വിളിച്ചോ എന്നെ? ആഹാ, അങ്ങനെ ഞാൻ വിളിക്കാറുണ്ടല്ലോ. പക്ഷേ ബ്രദർ എന്ന ആ ഒരു വാക്കിന് പ്രയോഗിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഫൈസിക്ക എന്നെ വിളിച്ചാൽ മതി. ഓ അങ്ങനെ. പിന്നെ സമയത 8:30 ആയിട്ടോ. 10 മണിയാകുമ്പോഴേക്കും അളിയനും ടീമും അങ്ങോട്ട് എത്തും. മുംതാസ്, നിനക്കിതെങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നു? പിന്നെ എന്താ ഫൈസിക്ക ഞാൻ ചെയ്യുക? ഞാൻ ടെൻഷനായിരിക്കണോ? ടെൻഷനായിരുന്നു ഒരുപാട് കാലം, ഇനി ആവില്ല. എന്തിന്? ആർക്കൊക്കെ വേണ്ടി എന്തിനാ ടെൻഷനാവുന്നത്? ജീവിതം ഒന്നേ ഉള്ളൂ, അത് നല്ല രീതിയിൽ ആസ്വദിക്കുക. ഒരുപാട് ടെൻഷൻ അടിച്ചും വേദന അടിച്ചു നിന്നിട്ട് കാര്യമില്ല. നമ്മളിഷ്ടമില്ലാത്ത പോലെ നമ്മളിങ്ങനെ പിന്നാലെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഇഷ്ടം, അത് 2 പേർക്കും ഉണ്ടാണ്ട് ഒന്നല്ലേ. അവളുടെ ആ ഒരു വാക്ക് ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കൊണ്ടു. അതെ, അതെന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്, എന്നെ മാത്രം ഉദ്ദേശിച്ച്. അതെ, എൻ്റെ അരുതായ്മകൾ, എൻ്റെ ഈ പൊട്ടത്തരങ്ങൾ അതൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല, അതുറപ്പാണ്. ഫൈസിക്ക, അവളുടെ ആ ഒരു ശബ്ദം അവൻ്റെ ചെവിയിലൂടെ തുളച്ചു കയറി. എന്താടി ഫൈസിക്ക, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ എൻ്റെ നഷ്ടങ്ങൾ ആലോചിക്കുക. നഷ്ടങ്ങളോ? എന്ത് നഷ്ടം? നഷ്ടം അതേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ, നഷ്ടങ്ങൾ മാത്രം. ഓ, അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? അതേടി, സത്യമായിട്ടും നഷ്ടങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. നഷ്ടമാണ്, ഞാൻ തന്നെ ഒരു നഷ്ടമാണ്. ആര് പറഞ്ഞു? ജീവിതം ക്ലിയറാക്കി എടുക്കലും നല്ലതാക്കി എടുക്കലും നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ഫൈസിക്ക് തീരുമാനിക്കാലോ ഞാൻ എന്താവണം എന്നുള്ളത്. പക്ഷേ ഫൈസിയുടെ തീരുമാനം അത് വളരെയധികം പിറകിലിട്ട് നീണ്ടു പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഒരു പെണ്ണൊക്കെ സെറ്റാവട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ കല്യാണത്തിനൊക്കെ കൂടണം. ഞാനൊരു നാത്തൂനായി വരും അല്ലേ? മുംതാസ്, പ്ലീസ് ദയവായി മിണ്ടരുത് അതിനെക്കുറിച്ച്. എനിക്കതിന് താല്പര്യമില്ല. നാത്തൂൻ, ബ്രദർ, പെങ്ങൾ, ആ ഒരു വാക്ക് ദയവായി ഉപയോഗിക്കരുത്. എനിക്കൊട്ടും ഇഷ്ടമല്ലത്, പ്രത്യേകിച്ചത് നീ പറയുമ്പോൾ. ഫൈസിക്ക, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതെടി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോറ്റവനാണ് ഞാൻ. ആര് പറഞ്ഞു ജീവിതത്തിൽ തോറ്റവനാണെന്ന്? ഇനിയും വിജയിക്കാൻ അവസരങ്ങളുണ്ടല്ലോ. ഇല്ല, എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിജയിച്ചത് എൻ്റെ അനിയൻ ഷമ്മാസാണ്. അവരൊക്കെ വിജയത്തിലെത്തിയതാണ്. നീ ഇതാ വിജയിക്കാൻ വേണ്ടി പോകുന്നു. ഇനി അതൊന്നും ഉറപ്പില്ല. ഞാനതൊക്കെ എൻ്റെ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ. അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. നീ എന്തിനാ കരയുന്നത്? ഞാൻ കരയില്ല. എൻ്റെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ചു വെച്ച ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ, അതെല്ലാം ഞാൻ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അതൊക്കെ അറിയാതെ ചിലപ്പോൾ ഓർത്തു പോകുമ്പോൾ അതാണ്
മുംതാസ്, എന്നോട് ക്ഷമിക്കണം. ഞാനെന്നറിയാതെ. സോറി മിസ്റ്റർ. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഒരിക്കലും നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തില്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, താങ്കളുടെ മനസ്സ് വിചാരിച്ച്. പക്ഷേ ഞാനും ജീവിതത്തിൽ തോറ്റുപോയി. പക്ഷേ ഇനി ഞാൻ തോൽക്കാൻ തയ്യാറല്ല. ഇനി ഞാൻ വിജയിക്കും, ഇൻഷാ അല്ലാ. അവൾ കരഞ്ഞുകൊണ്ട് ഫൈസിയുടെ അടുക്കലേക്കെത്തി. അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീഴും എന്നവന് തോന്നിപ്പോയി. ഒരു നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ലൈക്ക് തരണേ.